പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു പൂവ് കാണുന്നില്ലേ? ഇതാണ് റോസ്. റോസാപ്പൂവ് എന്ന് പറയുന്നില്ലേ? ഇതിനെ സ്വീഡിഷ് റോസ് എന്ന് വിളിക്കുന്നു. ഞാൻ സ്വീഡൻ എന്ന രാജ്യത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ കടൽ തീരത്തിലാണ് ഈ ഭംഗിയുള്ള റോസാപ്പൂക്കൾ പൂത്തിരിക്കുന്നത്. കണ്ടില്ലേ? ഇതിന്റെ ഇലകളും മറ്റും കണ്ടാൽ റോസാപ്പൂ ചെടിയില്ലേ, അതുപോലെ തന്നെയാണ് ഇതൊരു വെറൈറ്റിയാണ്. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുണ്ട്. ഇത് ഏത് സാഹചര്യത്തിലും വളരുമത്രേ. കടൽ തീരത്ത് ഉപ്പുവെള്ളമാണല്ലോ, അതിലും ഇത് വളരും. ഏത് കാലാവസ്ഥയായാലും ഇത് വളരും. വെയിലായാലും തണുപ്പായാലും എല്ലാം വളരും. അത്തരത്തിൽ ഭംഗിയുള്ള പൂക്കളുള്ള ഒരു പൂച്ചെടിയാണ് ഇത്. റോസാപ്പൂ ചെടിയാണ്. സ്വീഡൻ റോസ് എന്ന് പറയാം. കാണാൻ നല്ല ഭംഗിയുണ്ട്, സന്തോഷം തോന്നുന്നുണ്ട്, അല്ലേ? നാമും അങ്ങനെയായിരിക്കണം. യേശുക്രിസ്തു ശാരോനിലെ റോസാപ്പൂവാണ്. യേശുവിനെ കാണും തോറും നമുക്ക് ഉത്സാഹവും സന്തോഷവും ഉണ്ടാവുന്നില്ലേ? അപ്പോൾ യേശുവിൻ്റെ മക്കളായ നാമും ഇതേപോലെ നമുക്ക് ചുറ്റുമുള്ളവർക്ക് സന്തോഷത്തെ കൊടുക്കുന്നവരായിരിക്കണം. എല്ലാ സാഹചര്യങ്ങളിലും, കഷ്ടമുള്ള അവസ്ഥയിലും, ബാധിക്കപ്പെട്ട അവസ്ഥയിലും, ബാധിപ്പില്ലാത്ത അവസ്ഥയിലും വിടർന്ന മുഖത്തോടെ, ചിരിച്ച മുഖത്തോടെ സന്തോഷത്തെ കാണിക്കുന്നവരായിരിക്കണമെന്നതാണ് യേശുവിൻ്റെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ ശോകത്തോടെയും ദുഃഖത്തോടെയും ഇരിക്കുന്നു, തളർന്നു പോയി എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കാൻ പാടില്ല. സന്തോഷത്തോടെ ഇരിക്കണം. ഓക്കെ, ഇന്ന് യേശു എന്താണ് വാഗ്ദത്തം തന്നിരിക്കുന്നത് എന്നറിയണമല്ലേ? യാക്കോബ് 5:16 നീതിമാന്റെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന വളരെ ബലിക്കുന്നു. നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? പ്രാർത്ഥിക്കാൻ വരൂ എന്ന പരിപാടിയിൽ കുറെ നേരം പ്രാർത്ഥിക്കുന്നു. ഈ വോക്ക് വിത്ത് ജീസസിൽ ഓരോ ദിവസവും വചനം വായിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയോ? ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നിങ്ങൾ കാണുന്നുണ്ടോ? ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണോ? മറുപടി നമ്മൾ കാണണമല്ലേ? പ്രാർത്ഥനയ്ക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടണം, അല്ലേ? പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണോ? ദൈവവചനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. നിങ്ങൾ നീതിമാനായിരിക്കണം. പ്രാർത്ഥന കടമയ്ക്കുള്ളതായിരിക്കരുത്, ശ്രദ്ധയോടുകൂടി വേണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടും എന്ന് ദൈവം പറയുന്നു. അപ്പോൾ നീതിമാനാവണോ? ഞാൻ നീതിമാനാണോ? എൻ്റെ അടുത്ത് പല കുറവുകളുണ്ടല്ലോ, ഞാൻ എങ്ങനെ നീതിമാനാകും? അതുകൊണ്ടാണ് ചിലരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, ഇല്ല ബ്രദർ, ഞാൻ പാപിയാണ്, നിങ്ങൾ നീതിമാനാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലർ കേൾക്കുമെന്ന് ദൈവം പറയും. പക്ഷേ വേദപുസ്തകത്തിൽ സത്യമായിട്ട് പറയുന്നത് എന്താണ്? യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോരുത്തരും നീതിമാന്മാരാണ്. പാപത്തെ വിട്ട് മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ രക്തത്താൽ ഹൃദയം കഴുകി ദൈവത്തിൻ്റെ മകൻ എന്ന അനുഭവം ഉണ്ടായാൽ നിങ്ങൾ നീതിമാനെന്ന് വിളിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നറിയണം. അതിനാൽ ഞാൻ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട നീതിമാനാണ് എന്നതിൽ ദൃഢതയുണ്ടാവണം. ഇപ്പോഴും പാപം ചെയ്യുന്നു, മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുന്നത് കഷ്ടം തന്നെയാണ്. അതിനാൽ ആദ്യം നീതിമാനായി മാറണം. യേശുവേ, എൻ്റെ പാപം ക്ഷമിക്കണമേ, എന്നെ അങ്ങയുടെ രക്തത്താൽ കഴുകണമേ, അങ്ങയുടെ പൈതലായ നീതിമാനാകുന്നു എന്ന അനുഭവത്തെ തരണമേ എന്ന് ചോദിക്കൂ. അപ്പോൾ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണം. കടമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. നമ്മൾ പതിവ് പോലെ പ്രാർത്ഥിക്കുന്നത് ശീലമായതുകൊണ്ട് പുറത്തുപോയാൽ പ്രാർത്ഥന, ഉള്ളിൽ കടന്നാൽ പ്രാർത്ഥന, കഴിക്കുമ്പോൾ പ്രാർത്ഥന എന്ന് പറയാറുണ്ട്, അല്ലേ? അത് തെറ്റല്ല, പ്രാർത്ഥിക്കണം. പക്ഷേ ആ പ്രാർത്ഥനയിൽ യേശുവിനെ മുന്നിൽ നിർത്തിയിട്ടുണ്ടോ? ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ? അർത്ഥത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരു പേരിനു വേണ്ടി കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞ് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നറിയാതെ ഇരിക്കരുത്. ശ്രദ്ധയോടെ അർത്ഥത്തോടെ പ്രാർത്ഥിച്ചാൽ അത് മികച്ച ബലം തരും. ദൈവം ഉടനെ അത്ഭുതം ചെയ്യും. സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചാലും, വിമോചനത്തിനായി പ്രാർത്ഥിച്ചാലും ശരി, ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ശരി, ഞാൻ നീതിമാൻ, യേശുവിൻ്റെ പൈതൽ, എനിക്ക് ഉത്തരം തരും എന്ന ഉറപ്പോടുകൂടി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരാവശ്യം, ഒരു പ്രശ്നമുണ്ട്. വിമോചനം വേണം, സൗഖ്യം വേണം, അനുഗ്രഹം വേണം. ഇപ്പോൾ നിങ്ങൾ നീതിമാനാണെന്ന് മനസ്സിലായില്ലേ? യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി നീതിമാനാക്കിയതിന് സ്തോത്രമെന്ന് പറഞ്ഞ് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കൂ. ഇപ്പോൾ ഇതേ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഇന്ന് തന്നെ അത്ഭുതം നടക്കുന്നത് കാണാം. യേശുവേ, അങ്ങയുടെ രക്തത്താൽ കഴുകി എന്നെ
നീതിമാനാക്കിയതിന് സ്തോത്രം പറയുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ഈ കാര്യത്തിന് ഞാൻ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇന്ന് ഈ കാര്യത്തിൽ അത്ഭുതം നടക്കണം, വിമോചനമുണ്ടാവണം, സുഖം പ്രാപിക്കണം, അതിശയം നടക്കണം, അത്ഭുതകരമായ ഒരു മാറ്റം ഞാൻ കാണണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കുമാറാകട്ടെ. ഞാനത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ